ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ താറാവ് കറിയാണ്. അതുണ്ടാക്കാനായി 1/200-ൻ്റെ ഒരു താറാവാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി തൊലിയോടുകൂടി ആവശ്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. തൊലി കളഞ്ഞ് ദശ മാത്രം ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെയും എടുക്കാവുന്നതാണ്. അത് ഒരു കുക്കറിലേക്കിട്ട് ഒരു വലിയ പീസ് ഇഞ്ചി അരിഞ്ഞത് 2 ടീസ്പൂൺ ഇട്ട്, പച്ചമുളക് 4 എണ്ണം അരിഞ്ഞതിൽ 2 എണ്ണം ഇട്ട്, വെളുത്തുള്ളി 10 എണ്ണം ചതച്ചതിൽ 5 എണ്ണം ഇട്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 3 മീഡിയം സവോള അരിഞ്ഞതിൽ 2 ടീസ്പൂൺ കുക്കറിലിട്ട് കൈകൊണ്ട് നന്നായി യോജിപ്പിച്ച് കുക്കർ അടച്ച് താറാവിൻ്റെ വേവ് അനുസരിച്ച് 2 മുതൽ 3 വിസിൽ വരെ അടിക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള ഇവ നന്നായി വഴറ്റിയ ശേഷം 15 ചെറിയ ഉള്ളിയുമിട്ട് വഴറ്റി ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. തക്കാളി വെന്തുടയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ഇട്ട് വഴറ്റിയ ശേഷം 2 മീഡിയം കിഴങ്ങ് ചെറിയ സ്ക്വയർ പീസാക്കിയതും ഇട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നന്നായി വഴറ്റി വേവിച്ച് വെച്ച താറാവ് ഇതിലേക്കിട്ട് ചതച്ച 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ഇട്ട് അടച്ചു വെച്ച് 15-20 മിനിറ്റ് വേവിച്ച് കിഴങ്ങും താറാവും വെന്തോ എന്ന് നോക്കിയ ശേഷം ആവശ്യമെങ്കിൽ ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം തേങ്ങയുടെ 1/4 പാൽ 1 കപ്പ് ഇതിലേക്കൊഴിച്ച് ഇളക്കി യോജിപ്പിച്ച് കറി വാങ്ങാവുന്നതാണ്. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.